ശരി. ഒരുപോലെ വിജയിച്ചോ എന്ന ചോദ്യം വരുന്നതിന് കാരണം തന്നെ ഇപ്പോൾ ഈ ലോകായുക്ത ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഒരു വിജയമായി സർക്കാർ കാണുന്നതുകൊണ്ട് അത് സർക്കാരിന് വിജയമാണ്. അതേസമയം അപ്പുറത്ത് തൊട്ടു പിന്നാലെ ഉച്ചയോടുകൂടി ഗവർണർ തൻ്റെ അധികാരങ്ങൾ ചാൻസലർ എന്ന നിലയ്ക്കുള്ള തൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച 3 ഭേദഗതികൾ അത് വിതൽ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമ്പോൾ അവിടെ ഗവർണർ ചാൻസലർ വിജയിക്കുകയാണ്. അപ്പോൾ 2 വിജയങ്ങളും അവിടെ നടക്കുന്നു. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ പരാജയപ്പെടുന്നത് ജനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നോക്കുമ്പോൾ ഒരുപോലെ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ 2 കൂട്ടരും ഒരുപോലെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ചില ഘട്ടങ്ങളിൽ 2 കൂട്ടർക്കും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ലോകായുക്ത ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ അത് സത്യത്തിൽ ജനത്തിന് വലിയ തിരിച്ചടിയാണ്. അത് സർക്കാരിന് അതിനെ ധാർമ്മികത എങ്ങനെ വിശദീകരിക്കാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ ഇരുന്നത്. അവിടെ അപ്പുറത്ത് ഗവർണർ എന്നുള്ള നിലയ്ക്കല്ല, ഇതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ അതിന്മേൽ തീരുമാനം അവർ തന്നെ എടുക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണ് ജനങ്ങളോട് വിശദീകരിക്കുക? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമായി വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെങ്ങനെ വിശദീകരിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നു. ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോക്പാൽ ബിൽ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ലോക്പാൽ നിയമം പോലെ എന്ന് വിശദീകരിക്കുമ്പോൾ അതിനെ CPM തന്നെ എതിർത്തിട്ടുള്ളതാണ്. അതിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയെ ലോക്പാലിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ള പ്രസംഗം പിണറായി വിജയൻ നടത്തിയത് അത് ഫയലിൽ ഉള്ളതാണ്. ഇത് പഴയ ബൈറ്റ് ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അന്ന് നായനാരുടെ കാലത്ത് ഒരു വലിയ വിപ്ലവകരമായ തീരുമാനം എന്ന നിലയ്ക്ക് ഇടത് സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം, അതിനെ റദ്ദാക്കിക്കൊണ്ട് അതിന് പോരായ്മയുണ്ട് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ്? സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ ബന്ധുനിയമന പരാതി, അഴിമതി ആരോപണം ഉയർന്ന ഘട്ടത്തിലാണ്. അങ്ങനെ ആ മന്ത്രിക്ക് മാറേണ്ടി വരുന്നു. ആ ഘട്ടത്തിലാണ് ഈ നിയമം ഇങ്ങനെ വന്നാൽ ബാക്കിയുള്ളവരും കുടുങ്ങുമെന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ഇങ്ങനെ ഒരു ഭേദഗതി ആലോചിക്കുകയും ചെയ്യുന്നത്. അതിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുമ്പോൾ സർക്കാർ വിജയിക്കുന്നുണ്ടാകും, പക്ഷേ ജനത്തിനോട് അത് ആ രൂപത്തിൽ വിശദീകരിക്കാൻ പറ്റില്ല. അപ്പുറത്ത് ഗവർണർ വിജയിച്ചു എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണല്ലോ ഇപ്പോൾ വിതൽ ചെയ്തിരിക്കുന്നത്. ആ വിതൽ ചെയ്തു എന്ന് പറയുമ്പോൾ അതവിടെ അതിൻ്റെ സാധുത തന്നെ നഷ്ടപ്പെടുകയാണ്. ചാൻസലർ സ്ഥാനത്തൊന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലാണ് ഒന്ന്. രണ്ടാമത്തേത് VC നിയമന സെർച്ച് കമ്മിറ്റിയുടെ എണ്ണം 3-ൽ നിന്ന് 5 ആക്കി ഗവർണറുടെ അധികാരം പരിമിതപ്പെടുത്താനുള്ള ബില്ലാണ്. മൂന്നാമത് KTUവിലെ അപ്പലേറ്റ് അതോറിറ്റി അനുമതി എന്നിവയാണ്. ഈ 3 എണ്ണമാണ് തടഞ്ഞിരിക്കുന്നത്. ഈ 3 എണ്ണം തടഞ്ഞു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഗവർണർ നേരത്തെ തുടങ്ങിവെച്ച് ആ നടപടികളിലേക്ക് അദ്ദേഹം കടക്കും എന്നുള്ളതിലെ വ്യക്തമായ സൂചനകൾ ഗവർണർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഗവർണർക്ക് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വീണ്ടും അധികാരം കൈവരികയാണ്. ഇപ്പോൾ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകും. അതിൽ ഗവർണർക്ക് ഈ കാര്യത്തിൽ നമുക്ക് സർക്കാരിൻ്റെ ഒപ്പവും ഗവർണർക്കൊപ്പവും നിൽക്കാൻ പറ്റാത്തൊരു ഒരു പ്രത്യേക ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഗവർണർക്കും ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പുറത്ത് സർക്കാരിനുമുണ്ട്. അപ്പോൾ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിലാണ് ഗവർണർ ഉള്ളത്. ഈ 3 അംഗ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള നടപടികളിലേക്കും ഗവർണർ കടക്കാനിരിക്കുന്നു. കേരള സർവകലാശാല, കേരള സാങ്കേതിക സർവകലാശാല, കാർഷിക സർവകലാശാല എന്നിവയുടെ സെനറ്റ് സിൻഡിക്കേറ്റുകൾ ഇവയൊക്കെ തന്നെ ഗവർണറുടെ നടപടികൾക്കെതിരെ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിരുന്നു. ആ പ്രമേയങ്ങളൊക്കെ അസാധുവായിരിക്കുകയാണ്. ഇനിയിപ്പോൾ KTUമായി ബന്ധപ്പെട്ട് അവിടെ സിൻഡിക്കേറ്റിൽ CPM അംഗങ്ങളുണ്ട്. ഇപ്പോൾ PK ബിജു അടക്കം 6 CPM അംഗങ്ങളുണ്ട്. അപ്പോൾ അവർക്കവിടെ തുടരാനാകില്ല എന്ന് ഗവർണർ നേരത്തെ നിലപാടെടുക്കുകയും അതിൽ ഒരു നിയമ പോരാട്ടമൊക്കെ നിയമോപദേശം നേടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതും ആ ഒരു തീരുമാനത്തിലേക്ക് പോകും. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങളായി BJP, ABVP അംഗങ്ങളെയൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യം അപ്പുറത്ത് നിൽക്കുന്നു. അത് ഗവർണർ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ യുദ്ധം തുടരാൻ പോകുന്നു. അതിനി കോടതിയിലായിരിക്കും. സുപ്രീം കോടതിയിലേക്ക് സർക്കാർ സ്വാഭാവികമായും പോയിരിക്കുന്നത് സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു ഗവർണർ എന്നുള്ളതുകൊണ്ടാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ ഏതൊക്കെ ബില്ലുകൾ എന്നതിലേക്ക് സൂക്ഷ്മമായി പോകുമ്പോഴാണ് ഈ ലോകായുക്തയെ പൂട്ടിക്കൊണ്ടുള്ള തീരുമാനത്തിന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന കാര്യം വിശദീകരിക്കേണ്ടി വരുന്നത്. അവിടെ വിജയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ പരാജയപ്പെടുന്ന ജനമാണെന്നൊരു യാഥാർത്ഥ്യം നിൽക്കുന്നു. അപ്പുറത്ത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണല്ലോ ഈ ചാൻസലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിതൽ ചെയ്തിരിക്കുന്നത്. അത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കേന്ദ്രത്തിൻ്റെ തീരുമാനമല്ലേ എന്നതുകൂടി വിശദീകരിക്കേണ്ടി വരും. അവിടെയാണ് പ്രതിപക്ഷം പറയുന്നത് ഒത്തുകളിയാണ് എന്ന്. ഈ ഒത്തുകളി എന്നുള്ള കാര്യത്തിൽ ഇനിയും നിയമസാധ്യതകൾ നിൽക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ അപ്പലേറ്റ് അതോറിറ്റി ലോകായുക്തയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ തീരുമാനിക്കുന്നു എന്ന ഘട്ടം വരുമ്പോൾ അങ്ങനെയല്ല. അത് ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണ്. രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കിയത് പോലും അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊരു വാദം നിയമവിദഗ്ധർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനി നിയമയുദ്ധത്തിനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. സുജയ, Meet the editors.